കഴിഞ്ഞ ദിവസം ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേ നാളെ 8 മണിക്ക് ഞങ്ങൾ അവിടെ എത്തും, അപ്പോഴത്തേക്കും കുളിച്ച് റെഡി ആയി നിന്നു എന്നുള്ളത്. കുറച്ചധികം ദൂരം പോവാനുള്ളതാണേ, അപ്പൊ നേരത്തെ ഇറങ്ങണ്ടേ. എന്താ കാര്യം, പണ്ടത്തെ ചങ്കരൻ തെങ്ങുമേന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ ഞങ്ങൾ ചെന്നതിന് ശേഷാട്ടാ കുളിക്കാൻ കയറിയത്. അപ്പോഴത്തേക്കും പിള്ളേര് അമ്മാമ്മന്റെ കാറിൽ കയറി പോയിട്ടാ. മരുമോൾക്കുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാണ് നേരം വൈകിയെന്ന് പറഞ്ഞപ്പോ നമ്മുടെ അമ്മണിക്കുട്ടിക്കുള്ളതല്ലേ, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷമിക്കാന്ന് വിചാരിച്ചുട്ടാ. അങ്ങനെ ഞങ്ങൾ വഴിയിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അച്ഛന്റെ തള്ളി മറിച്ചുള്ള കഥകളൊക്കെ കേട്ട് ചിരിച്ച് അടിച്ചു പൊളിച്ചതാ അമ്മിണിക്കുട്ടിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ പിറന്നാളുകാരി വേറെ ആരുമല്ല നമ്മുടെ അമ്മിണിക്കുട്ടിയാണ്. എന്റെ അനിയന്റെ വൈഫ് ദേവിക ഉണ്ണി, എന്റെ നാത്തൂൻ. ഞങ്ങൾ അവിടെ എത്തണേന് മുമ്പേ ശ്രീകുട്ടനും സുട്ടുവും അക്കും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടായിട്ടാ, കൂടെ നമ്മുടെ പിള്ളേരും. സുട്ടു വീഡിയോ എടുക്കണം കണ്ടിട്ട് പോസ് ഇട്ടതല്ലാട്ടാ. പിന്നെ ദേ നമ്മുടെ പിറന്നാള് കുട്ടി കുളിച്ചു സുന്ദരിമണിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നുട്ടാ. ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ടായിരുന്നേ. ബീനമ്മയുടെ കാലിന് ചെറിയ ഓപ്പറേഷൻ ഉണ്ടായിരുന്നേ, അപ്പൊ അമ്മിണിക്കുട്ടി അവിടെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മിണിയുടെ ബർത്ത്ഡേ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ പോയിട്ടാണ് ആഘോഷിച്ചത്. അങ്ങനെ ഒരുപാട് നേരം ഉമ്മറത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും. അപ്പോഴാണ് ഉമ്മറത്തെ മരത്തുമ്മ ഈ ഒരു സംഭവം ഞാൻ കണ്ടത് കേട്ടാ. അപ്പോഴാ ബീനമ്മ എന്നോട് പറഞ്ഞേ, അത് ചങ്ങലാമ്പരന്റെയാണ്, ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം മുറ്റത്തൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് ഇനി എന്നാ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി വട്ടട്ടിരിക്കുകയാണ് നമ്മുടെ അമ്മിണിക്കുട്ടിയുടെ കേക്ക് കട്ടിങ്ങിനും ഹാപ്പി ബർത്ത്ഡേ ടു യു പാടാനായിട്ട്. നമ്മുടെ കേശുക്കുട്ടനും ജാനുക്കുട്ടിയും നംശവും കൂടി ഉണ്ട്. അമ്മായി കട്ട് ചെയ്തില്ലെങ്കിൽ അവരെല്ലാരും കൂടി അത് കട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. അങ്ങനെ കേക്ക് കട്ടിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇതാ ഒരു അടിപൊളി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അമ്മിണിക്ക്. നമ്മള് കൊടുത്തത് ഡ്രസ്സായിരുന്നു കേട്ടാ, അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. എന്തായാലും നമുക്ക് ഈ ഗിഫ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. നിങ്ങളൊന്ന് കണ്ടോക്ക്, അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അത്. എനിക്ക് എന്തായാലും ഇഷ്ടായി. ഇനി നമ്മുടെ ബീനമ്മയ്ക്ക് വേണ്ടിയിട്ട് മരുമോന്റെ വക ഒരു പാട്ട്. ജപ തുളസി മലർ പോലെ സ്നേഹമന്ത്രവുമായി ഞാൻ സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ, സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ, മോക്ഷവും മുക്തിയും കൈവരുന്നുള്ളൂ അതിനിടയിൽ കേശുവിന്റെ ഒരു ഡൗട്ട്, അമ്മാവനെ തൊഴിക്കുകയാണ് അമ്മായിന്ന്. അങ്ങനെ അതിനുശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോരാ ഇരിക്കുകയാണ്. കേശുവിനാണെങ്കിൽ ജാനു നംശുവും പോണേല് ഭയങ്കര വിഷമാണ്. അതുപോലെ തന്നെ നംശുവിനും ജാനുവിനും പോരണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ അമ്മൂട്ടി ഇവിടെ നോക്കിയിരിക്കണ്ടായിട്ടാ.